റൂറൽ ജില്ലാ സൈബർ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടമായി ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് സമീപം പോലീസ് ട്രെയിനിംഗ് സെന്ററിലെ കെട്ടിടത്തിലാണ് പുതിയ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഒരു ഇൻസ്പെക്ടർ, 2 SIമാർ ഉൾപ്പെടെ 19 പേരാണ് നിലവിൽ സൈബർ പോലീസ് സ്റ്റേഷനിലുള്ളത്. അഡീഷണൽ SP AP ചന്ദ്രൻ, DCRB DYSP ചന്ദ്രമോഹൻ, സൈബർ ക്രൈം ഇൻസ്പെക്ടർ CR രാജേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്റ്റേഷന്റെ ഒരു പരിമിതി ഞങ്ങളുടെ പഴയ ബിൽഡിങ്ങിലായിരുന്നു. അപ്പോൾ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി സർക്കാർ ഞങ്ങൾക്ക് അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ തന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയത്. ഞങ്ങളുടെ സൈബർ പോലീസ് സ്റ്റേഷനായിട്ട് നിങ്ങൾക്കറിയാം, നാൾക്ക് നാളിപ്പോൾ സൈബർ തട്ടിപ്പ് കൂടി വരികയാണ്. നമുക്കറിയാം, വെർച്വൽ അറസ്റ്റ് CBI അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ കോഴിക്കോട് ശ്രദ്ധിക്കേണ്ടത് സൈബർ തട്ടിപ്പിൻ്റെ ഒരു ഹബ്ബായിട്ടാണ് ഓൾ ഇന്ത്യ ബേസിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈബറിൻ്റെ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യമായിട്ട് നടത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്. ഇപ്പോൾ തട്ടിപ്പിലൂടെ ആളുകളുടെ നഷ്ടമായ കാശ് 60 ലക്ഷത്തോളം രൂപ തിരിച്ചു പിടിച്ച് കൊടുക്കാൻ നമുക്ക് ഈ കഴിഞ്ഞ 2025 വർഷത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ ക്യാഷ് നമുക്ക് തിരിച്ച് ബ്ലോക്ക് ചെയ്യപ്പെട്ട കാശ് ഈ പരാതിക്കാർ കിട്ടേണ്ടതുണ്ട്. അതിൽ വരുന്നൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ സൈബർ തട്ടിപ്പ് നമുക്കറിയാം, ഒരു ആഗോള തലത്തിൽ അത് സംഭവിക്കുന്ന സംഗതിയാണ്. അപ്പോൾ പല സ്റ്റേറ്റിലുള്ള ആളുകൾ എന്തെങ്കിലും ചെറിയ എമൗണ്ട്, തട്ടിച്ച എമൗണ്ട്, അല്ലെങ്കിൽ സൈബർ തട്ടിപ്പോടെ കണ്ടെത്തിയ എമൗണ്ട് അതിൽ അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടും. അത് ഒരാൾക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എങ്കിലും ഈ കാശ് കിട്ടേണ്ട ആളുകൾ കൊടുക്കാനായിട്ട് കോടതി മുഖാന്തരം നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ ആ കാശ് കിട്ടേണ്ട ഏത് അക്കൗണ്ടിൽ നിന്നാണോ കിട്ടേണ്ടത് അതിലേക്ക് വേറെ അവകാശികളിൽ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള തട്ടിപ്പ് നടത്തിയ കാശ് ചെറിയ എമൗണ്ട് ആയിരിക്കും. എന്നാൽ അപ്പോൾ അവരും കൂടി ക്ലെയിം ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന കാശ് തിരിച്ച് പരാതിക്കാർക്ക് വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള സമയബന്ധിതമായിട്ട് നടക്കുന്നില്ല. അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഇപ്പോൾ സൈബർ SHO ശ്രീ രാജേഷാണ്, ഷൈജു വർക്ക് ചെയ്യുന്ന ഇവർ ഈ ഫീൽഡിൽ എക്സ്പെർട്ടൈസാണ്. ഇപ്പോൾ നേരെ സബ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അവർ ഈ ഒരു ഫീൽഡിൽ ഇത് മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നേട്ടം കോഴിക്കോടുള്ള ആളുകൾക്ക്, പരാതിക്കാർക്ക്, നമുക്കറിയാം ഇപ്പോൾ ഒരു സൈബർ തട്ടിപ്പ് ഉണ്ടാകുന്നതിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് ഏറ്റവും പോലീസ് നേരിടുന്ന ബുദ്ധിമുട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകണം. മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ടാണ് ആളുകൾ കാണാൻ അറിയത്തിരുന്നുകൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. അപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ ശ്രമകരമായ ജോലി ഇപ്പോൾ നമ്മുടെ CDR ആയിക്കോട്ടെ, മറ്റുള്ള IPDR ആയിക്കോട്ടെ, ഈ സംഗതികൾ അതിൻ്റെ പുറകെ ഇരുന്ന് സമയബന്ധിതമായി ഒത്തിരി സമയം ചിലവഴിച്ച് അത് കണ്ടുപിടിച്ച് അവരവിടെ ചെറിയ ഇൻഫർമേഷൻ ആയിരിക്കും. ആ ഇൻഫർമേഷൻ തേടിയാണ് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നത്. അപ്പോൾ യാത്ര ആയിക്കോട്ടെ, അതിൻ്റെ പിന്നാലെയുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ശ്രമകരമായ ജോലിയാണ് അവർ ചെയ്തു വരുന്നത്. അപ്പോൾ കോഴിക്കോട് സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ സമീപകാലത്തെടുത്ത കേസുകൾ, അപ്പോൾ മൂൾ അക്കൗണ്ട് ആയിക്കോട്ടെ, ATM വിഡ്രോവൽ ആയിക്കോട്ടെ, അങ്ങനെ വന്ന എല്ലാ കേസുകളിലും വളരെയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് DYSP ശ്രീ ബെന്നി അയാൾ നേതൃത്വം കൊടുത്ത് കുറേ കേസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു അന്വേഷണം കൊണ്ട് തന്നെ ഇപ്പം NCRP പോർട്ടലുണ്ട്, നമുക്കറിയാം. ഇപ്പം ദേശീയമായിട്ട് പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആ പോർട്ടലിലുള്ള പരാതികൾ കോഴിക്കോട് നിന്ന് ഇഷ്ടംപോലെ പരാതികളുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഓൾ ഇന്ത്യ ബേസിൽ ഒരു ഹബ്ബായിട്ട് കോഴിക്കോടിന് മാറിയത്. പക്ഷേ ഈ സമീപകാലത്തെ ഇൻവെസ്റ്റിഗേഷൻ കേസുകളോടുകൂടി ആ പരാതികളുടെ എണ്ണം ഇതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏരിയയിൽ നിന്നുള്ള പരാതികൾ NCRP പോർട്ടലിൽ വരുന്ന പരാതികളുടെ എണ്ണം തുച്ഛമായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ നേട്ടം തന്നെയാണ് ഈ സമീപത്തെ കേസിൻ്റെ ആ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ അറസ്റ്റ് ചെയ്തതിന് 24 ആളുകളെ അറസ്റ്റ് ചെയ്തു. അത് സംസ്ഥാനത്ത് പോയിട്ടാണ് അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ നമുക്കറിയാം, ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു, അയാളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഇഷ്ടംപോലെ ആളുകളെ അറസ്റ്റ് ചെയ്ത് വഴികൾക്കുള്ളിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതുതന്നെയാണ് ഈ സൈബർ പോലീസ് സ്റ്റേഷനിലെ ആളുകളെ ഈ ഇത്തരത്തിൽ ഈ സമയത്ത് അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കാം. താങ്ക് യു. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും. വൈറ്റ് റെയിൽ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ, കരിമ്പനപ്പാലം, നിയർ KTDC റെസ്റ്റോറന്റ്.